നമസ്കാരം. സാർ, പ്രസിഡന്റ് ഒരു എമർജൻസി ലാൻഡിംഗ് ഇന്ത്യയിലേക്ക് നടത്തി. 3 മണിക്കൂർ ഇവിടെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം മടങ്ങി. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പലരും പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും പെട്ടെന്നുള്ള പ്രസിഡന്റിന്റെ വരവിന് പിന്നിലുള്ള ഒരു അദൃശ്യ നയതന്ത്ര പ്ലാനിംഗ് എന്താണ്? ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ UAE പ്രസിഡന്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണാൻ വളരെ തിരക്ക് പിടിച്ച് ഇവിടെ വരുന്നു. അത് കാണുമ്പോൾ എനിക്ക് പണ്ട് കാലത്ത് ചില നാട്ടിലൊക്കെ നടക്കുന്ന ചില സംഭവങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് നമ്മുടെ നാട്ടുപ്രദേശങ്ങളിൽ നാരായണൻ നായരെ കാണാൻ അലവി മാപ്പിള വേഗം ഒരു തോർത്തു വിട്ട് ഓടി വരുന്ന സന്ദർഭങ്ങൾ നമ്മൾ പലപ്പോഴും പലയിടത്തും കാണാൻ സാധിക്കും. അതൊരു വലിയ ഒരു ഒരു കൂട്ടായ്മയുടെയും സൗഹൃദത്തിന്റെയും ഒരു മീറ്റിംഗ് ആയിരുന്നു. ചിലപ്പോൾ അലവി മാപ്പിളക്ക് വളരെ വിഷമിച്ചിട്ട് എന്തെങ്കിലും ഒരു സംഭവം സംസാരിക്കാനായിരിക്കും നാരായണൻ നായരുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോ ആ സംഭവം സംസാരിക്കുന്നു, ആ വിഷമം അവര് തമ്മിൽ ചർച്ച ചെയ്ത് അപ്പൊ തന്നെ പിരിയുന്നു. അതാ മാതിരിയാണ് എനിക്കിപ്പോ ഇതിനെ തോന്നിയത്. എന്തോ വലിയ ഒരു വിഷമം UAE പ്രസിഡന്റിന് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ്. അതായത് UAE പ്രസിഡന്റ് നഹ്യാൻ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ പെട്ടെന്ന് ഇവിടെ വരുന്നു. ഒരു 180 മിനിറ്റ് മാത്രമാണ് ദൈർഘ്യം. അതായത് ഫ്ലൈറ്റിൽ പോയി കെട്ടിപ്പിടിച്ചാണ് മോദിജി പ്രസിഡന്റിനെ സ്വീകരിച്ച് കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ അവർ ചർച്ച തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ വന്ന് ഒരു ഫോട്ടോ മാത്രമേ പുറത്തു വന്നിരിക്കുന്നത്, ഒരു ചായ കുടിക്കുന്ന ഒരു ഭാഗം. അപ്പൊ ഇവര് കാര്യമായിട്ട് എന്താണ് ചർച്ച ചെയ്തത് എന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ഒരു രാജ്യത്തിന്റെ പ്രധാന വ്യക്തി വേറൊരു രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ ചിലപ്പോ വർഷങ്ങൾ മുന്നേ അപ്പോയിന്റ്മെന്റ് എടുക്കും, അതിന്റെ ഇത്ര ദിവസം പ്ലാൻ ചെയ്യും. അതൊക്കെ വലിയൊരു ആഘോഷമായിട്ടാണ് സാധാരണ. ഇതേ പ്രസിഡന്റ് തന്നെ ഇന്ത്യയിൽ മുന്നേ വന്നിട്ടുണ്ട്. ഒരാഴ്ചയൊക്കെ അവിടെ നിന്ന് പലതരം കരാറുകൾ, പലതരം വിസിറ്റുകൾ, പലതരം ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്താൽ തിരിച്ചു പോകാറ്. ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോ പെട്ടെന്ന് വരുന്നു, പെട്ടെന്നൊരു രഹസ്യ ചർച്ച ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. അപ്പോ നമുക്ക് മീഡിയകൾക്ക് പലതരം കഥകൾ മെനഞ്ഞ് ഇങ്ങനെ പ്രകൃതിയിൽ എറിയാൻ സാധിക്കുന്ന ഒരു നല്ല സന്ദർഭം തന്നെയാണ് ഇത്. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് UAEക്ക് ഇപ്പോൾ സൗദി അറേബ്യയായിട്ട് നേരെ ഒരു മുട്ടൽ വന്നിരിക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ യമനില് സൗദിയും UAEയും ഒന്നിച്ച് ഓപ്പറേഷൻ നടത്തിയിരുന്നു. കാരണം ഹൂതികള് വളരെയധികം ശല്യമായിരുന്നു ഈ ഗൾഫ് സൗദിക്കും അല്ലെങ്കിൽ UAEക്കും ഒക്കെ. അവർ ഓരോ മിസൈലും ഇതൊക്കെ എടുത്ത് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ രണ്ടാളും ഒന്നിച്ചിട്ടായിരുന്നു ഒരു ഓപ്പറേഷൻ യമനിലേക്ക് നടത്തിയത്. പക്ഷെ അവസാന സമയത്ത് സൗദി അതിന് പിന്മാറുകയും UAEയെ തുടരുകയും ചെയ്തപ്പോ സൗദി UAEയുടെ ഫോഴ്സിന് നേരെ എന്തോ മിസൈൽ എറിയോ എന്തോ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവര് തമ്മിൽ നേർക്കായി ഇപ്പോ ഏറ്റുമുട്ടൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ വരുമ്പോ മനസ്സിലുണ്ടാകുന്ന ഒരു പേടിയുടെ ഭാഗമായിട്ട് ലോകത്ത് ഇന്ന് ഈ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്പർ 1 ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. അപ്പോ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആളെ സ്വന്തം സഹോദരനായി കാണുന്ന മോദിജിയുടെ അടുത്ത് ഓടി വന്ന് ആ സങ്കടം പറയാൻ വന്നത് ആവാം എന്ന് നമുക്ക് ഊഹിക്കാം. അതുപോലെ തന്നെയാണ് മറ്റുള്ള ട്രേഡ് കാര്യങ്ങളിൽ ഇന്ത്യ UAEയുമായിട്ട് ഇപ്പോ അണ്ടർ ബി ആണ് ഇപ്പോഴത്തെ ടാർഗറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് 200 ബില്യൺ ആക്കി മാറ്റണം എന്നൊരു പ്രഖ്യാപനം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും UAEയുടെ പ്രസിഡന്റും ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ അവിടെ വേറെ നിൽക്കുന്നു. അണ്ടർ ബില്യണിൽ നിന്ന് 200 ബില്യൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി തിങ്സ്. അപ്പൊ അതും ഒരു ചർച്ചയാവാം. പക്ഷെ അതിലൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ സൗദി UAEയും നേർക്കുള്ള ഈ ഏറ്റുമുട്ടലാണെന്നാണ് എന്റെ വിശ്വാസം. കൂട്ടത്തിൽ തന്നെ
നമുക്ക് വേറൊരു വലിയ പ്രശ്നം കൂടിയുണ്ട്. അതും കൂടി വേണമെങ്കിൽ UAE നമ്മളോട് പറയാൻ വന്നതാണ്. അതായത് നമ്മുടെ രാജ്യം മുറിച്ചു കൊടുത്തു, ശല്യം ഒഴിവാക്കിയതാണ് പാകിസ്ഥാൻ. എന്നാലും ഈ പാകിസ്ഥാൻ ഇപ്പോഴും അവിടെ നിലകൊള്ളുന്നത് അവർക്ക് ഒറ്റ കാര്യം അവർ നോക്കുന്നുള്ളൂ, ഇന്ത്യനെ എങ്ങനെ നശിപ്പിക്കണം. അല്ലാതെ വേറെ ഒരു കാര്യവും ഈ പാകിസ്ഥാൻ ആലോചിക്കുന്നില്ല. അപ്പൊ ഈ പാകിസ്ഥാനെ ഈ സൗദി അറേബ്യ ഇൻഡയറക്റ്റ് ആയിട്ടും മറ്റു തരത്തിലൊക്കെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്, അമേരിക്ക പോലെ തന്നെ. അതിന്റെ കുറെ കാര്യങ്ങൾ UAEക്ക് അറിയാം. അപ്പോ ഇന്ത്യക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് അങ്ങനെ വല്ല കാര്യങ്ങളും പറയാൻ വന്നതായിരിക്കാം. എന്തു തന്നെയായാലും ഈ UAE പ്രസിഡന്റിന്റെ ഈ വരവിൽ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അബുദാബിയിൽ ഒരു ഇന്ത്യ ഹൗസ് പണിയാൻ ഒരു കരാറായിട്ടുണ്ട്. പിന്നെ ട്രേഡ് കാര്യങ്ങളിൽ അഡ്നോക്കും BPCL-ഉം കൂടിയിട്ട് ഒരു 1/2 ദശലക്ഷം ടൺ ഗ്യാസ് ഇന്ത്യക്ക് നൽകാമെന്ന് UAE ഏറ്റിട്ടുണ്ട്. ആ ഒരു കരാർ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ സ്പേസ്, ഡിഫൻസ്, സിവില്, മറ്റ് അഗ്രികൾച്ചർ, എല്ലാ മേഖലകളിലും ട്രേഡ് വളരെ ഇരട്ടിയോ 4 ഇരട്ടിയോ ആക്കാനുള്ള കരാറുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പിന്നെ ഈ ഏറ്റവും പ്രധാനം ഇത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ സൗദിയും UAEയും വളരെ അടുത്ത്, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ദുബായ് രാജാവിന്റെ രാജകുടുംബത്തിൽ നിന്നാണ് സൗദി രാജകുടുംബവും കല്യാണം വരെ കഴിച്ചിട്ടുണ്ട്. അത്രയും അടുപ്പവും സഹോദര്യവും ഒക്കെ നിലനിൽക്കുമ്പോൾ അവർ തമ്മിൽ മുട്ടൽ വരുമ്പോ ഇത് നിസാര കാര്യമല്ല. അപ്പോ അതിന് സഹായിയായിട്ട് അല്ലെങ്കിൽ മധ്യസ്ഥനായിട്ട് നിൽക്കാൻ ഇന്ത്യയെ ആവശ്യമുണ്ട് എന്ന് ആ സഹോദരന് തോന്നിയപ്പോ പെട്ടെന്ന് വണ്ടി എടുത്ത് ഇവിടെ ഓടി വന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിൽ വേറൊരു ഇതും കൂടി ഉണ്ട്. ഗാസയില് എല്ലാ പ്രശ്നങ്ങളും നിർത്തിയിട്ട് അവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ട്രംപ് ഒരു കമ്മിറ്റി ഇപ്പൊ രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചതായിട്ട് നമ്മൾ ഒരു 4 ദിവസം മുമ്പ് പത്രങ്ങളിലൊക്കെ UAE അംബാസഡർ ആ ഇൻവിറ്റേഷന്റെ കോപ്പിയൊക്കെ കാണിക്കുന്നു കണ്ടു. അപ്പൊ ഇന്ത്യക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അതില് UAEയും അതിലെ ഒരു മെമ്പേഴ്സ് ആണ്. അപ്പൊ UAE വേണമെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട്, അതായത് സ്വന്തം സഹോദരനായി കാണുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് അതിൽ എന്തായാലും വേണം എന്ന് പറയാൻ വന്നതായിരിക്കാം. അങ്ങനെ എന്തോ കാര്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള എന്തോ ഒരു പ്രശ്നം ചർച്ച ചെയ്യാൻ തന്നെ ആണ് വന്നിരിക്കുന്നത് എന്നതിന് യാതൊരു സംശയവുമില്ല. UAE പ്രസിഡന്റ് ഇവിടെ വന്നതുകൊണ്ട് ഇനി വിഷയം എന്തോ ആയിക്കോട്ടെ, അതിപ്പോ ഗാസയുടെ വിഷയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ യമനില് സൗദി ആയിട്ടുള്ള എന്തോ വിഷയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രേഡ് ആയിക്കോട്ടെ, ഇതിൽ ഏറ്റവും സന്തോഷം ഭാരതത്തിൽ ആർക്കാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ മലയാളികൾക്കാണ്. കാരണം കേരളത്തിലെ ആ ഒരു 20 ലക്ഷത്തോളം ആൾക്കാര് UAE-യിലുണ്ട്. അപ്പോ ആ മലയാളികൾക്കും കൂടുതൽ അവിടേക്ക് പോകാൻ ഉത്സാഹപ്പെട്ടു നിൽക്കുന്ന മലയാളികൾക്ക് ഊർജം കൊടുക്കുന്ന ഒരു സംഭവമാണ് ഇത്തരത്തിൽ ഒരു വരവും പോക്കുമൊക്കെ. ഇനി ഇതുമാതിരി ഒരു ദിവസം നമ്മുടെ പ്രധാനമന്ത്രിയും ഒരു വണ്ടി എടുത്തിട്ട് അങ്ങോട്ടും പോകും ചായ കുടിക്കാൻ. അപ്പൊ അതേമാതിരി അവിടുത്തെ പ്രധാനമന്ത്രിയും വണ്ടി എടുത്ത് ഇങ്ങോട്ടും വരിക. അപ്പോ നമ്മുടെ കോമൺ ജനങ്ങൾക്ക് ഇത് വളരെയധികം ഒരു മാതൃകയാണ്. ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി പണ്ടത്തെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളില് കുഞ്ഞലി മാപ്പിള നാരായണൻ നായരുടെ വീട്ടിൽ പോയി സങ്കടം പറയുന്ന മാതിരി, അല്ലെങ്കിൽ നാരായണൻ നായർ കുഞ്ഞലി മാപ്പിള വീട്ടിൽ പറയുന്ന മാതിരിയുള്ള ഒരു സന്ദർഭമായിട്ട് എനിക്കിതിനെ കാണുന്നു. പക്ഷെ ആ കുഞ്ഞലി മാപ്പിളയും ആ നാരായണൻ നായരും ഇന്ന് കേരളത്തിൽ ഇല്ലാതായി പോയി എന്ന സങ്കടവും കൂടിയുണ്ട്. ആ കുഞ്ഞലി മാപ്പിളയും ആ നാരായണൻ നായരും വീണ്ടും ഈ ഭൂമിയിൽ കാണണമെന്നാണ് എന്റെ ബഹുമാനം. ആ കുഞ്ഞലി മാപ്പിള ഇപ്പോ ഹലാലിന്റെ ബോർഡും കറുത്ത ഡ്രസ്സും ഇട്ട് നടക്കുമ്പോ ഇപ്പുറത്ത് നാരായണൻ നായര് വേറെ തരത്തിൽ സംഘടിച്ചു നിൽക്കുമ്പോ ആ ഒരു സാഹോദര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തില് ഇത് ഒരു
ഒരു പ്രചോദനമാണ് ഇവിടുത്തെ ജനങ്ങൾക്കും. അതായത് ഇങ്ങനെ ഒരു വരവ് UAE പ്രസിഡന്റ് നമ്മുടെ രാജ്യത്ത് വന്ന് അതും മോദിജിയെ കണ്ട് ചായ കുടിച്ച് ഒരു 3 മണിക്കൂർ മാത്രം ഇവിടെ ചെലവഴിച്ച് തിരിച്ചു പോയത് ഇവിടെയുള്ള എല്ലാവർക്കും ഒരു മാതൃകയാക്കി മാറ്റാവുന്ന ഒരു സംഭവമായിട്ട് കാണണമെന്നാണ് എൻ്റെ വിനീതമായ ഒരു അഭ്യർത്ഥന. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.